ഞാനിപ്പോഴാണ് പണി കണ്ടത്. നമ്മുടെ ജോജിൻ്റെ ഡെബ്യൂ ഡിറക്ഷൻ. സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ജോജുവിന് ഈ പണി അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ജോജിനെ ഒന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു. ജോജി എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഷാജി വർഗീസിൻ്റെ സുഹൃത്താണ്. നമ്മൾ തമ്മിൽ പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ജോജു ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ജോസഫ് പോലെയുള്ള ഒരു സിനിമയ്ക്ക് എത്തുമ്പോഴേക്കും വളരെ വലിയൊരു റെക്കഗ്നിഷൻ കിട്ടുന്നതും, അതുപോലെ ആളുകൾ ജോജിനെ വളരെ ഇഷ്ടപ്പെട്ടു. ജോജി ഇപ്പോൾ ഒരു സ്റ്റാറായി മലയാളത്തിൽ. ജോജിനെ എല്ലാവരും ജോജിയെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജോജിന് സ്ക്രീനിൽ ഭയങ്കര ഒരു ലൈക്കബിലിറ്റിയാണ്. അതെനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജോജിൻ്റെ ഈ ഒരു ഗ്രോത്ത്, അതായത് ഒരു ഡിറക്ഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു സിനിമ ജേണി എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ജോജുവിൻ്റെ ഒരു ഡിറക്ഷൻ, അതായത് സിനിമയോടുള്ള അപ്രോച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർ കാണിച്ചിരിക്കുന്ന ഒരു രീതി, അതായത് തൃശ്ശൂർക്കാരി എന്ന നിലയ്ക്ക് തൃശ്ശൂർ ഇതുവരെ എല്ലാ സിനിമകളിലും ഇത്ര അടക്കത്തിലും ഒതുക്കത്തിലും തൃശ്ശൂർ നിൽക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ റൗണ്ട് പോലൊരു സ്ഥലത്തൊക്കെ ഇങ്ങനൊരു സംഭവം സംഭവിക്കുമോ എന്ന് ബാക്കി ആര് സിനിമ എടുത്തിരുന്നെങ്കിലും നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ ജോജുവിൻ്റെ ഡിറക്ഷനിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഈ സിനിമ തന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. അതുപോലെ ഇതിൽ വേറൊരു സംഭവം, ഈ സിനിമയിൽ പൊർട്രയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മാഫിയ, അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ വളരെ സട്ടിലായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്ന കുട്ടി ഡോണുകൾക്ക് വളരെയധികം സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാഗർ സൂര്യ, അതുപോലെ സിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ജുനൈസിനൊക്കെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള യങ് ടാലൻസിനെ ടാപ്പ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഓവറോൾ ഒരു സിനിമയുടെ മൂഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മുന്നേ കണ്ട് പരിചയമുള്ള മറിച്ച് ഡോൺ ഫാമിലികളിലൊക്കെയുള്ള, അതായത് ഇവിടെ ഈ ഫാമിലിയിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് അവർ പ്രതികരിക്കുന്ന രീതി, പ്രത്യേകിച്ച് സീമയുടെയൊക്കെ ഒരു ക്യാരക്ടറൊക്കെ, അങ്ങനെ ഇതെല്ലാം ഒരു അത്തരം ഒരു സിനിമകളുടെ ഒരു റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഫാമിലിയിലെല്ലാവരും വളരെ നന്നായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് സിനിമയിൽ ഫീൽ ചെയ്യുന്നത്. ചേസിങ് സീൻസൊക്കെ നന്നായിരുന്നു. സിനിമയിൽ എക്സ്ട്രാ ഓർഡിനറി ഷോട്ടുകളുണ്ടെന്നല്ല പറഞ്ഞത്, സിനിമയിൽ നല്ല എല്ലാ ഷോട്ടുകളും റെലവൻ്റാണ്, അത് വളരെ വെൽ എഡിറ്റഡുമാണ്, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഓവറോൾ സിനിമ ഒരു മൊത്തം നല്ലൊരു വാച്ചായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തോടെ യോജിപ്പില്ല. കാരണം സിനിമയുടെ ഒരു സെൻട്രൽ ഷോട്ടാണത്. അത് അത്ര വലിയ വിവാദമാക്കേണ്ട ഒരു സംഭവം ഞാൻ കണ്ടില്ല. ഇതിലും എത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. എന്തായാലും അതിനോടുള്ള ജോജുവിൻ്റെ അപ്രോച്ച് ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് ഒഴിവാക്കാവുന്ന ഒരു വിവാദമായിരുന്നു.